ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ദേവപ്രശ്നം മറയാക്കിയോ എന്നും അന്വേഷണം. 2018 നടന്ന ദേവപ്രശ്നത്തിലാണ് SIT വിശദ പരിശോധന നടത്തുന്നത്. ശ്രീകോവിലിന്റെ വാതിലിലും കട്ടിളപ്പാളിക്കും വൈകല്യമുണ്ടെന്നാണ് ആ ദേവപ്രശ്നത്തിൽ പറയുന്നത്. യോഗദണ്ഡിനും രുദ്രാക്ഷത്തിനും വൈകല്യം ഉണ്ടെന്നും ചാർത്തൽ ഉണ്ട്. അപ്പോൾ ദേവപ്രശ്നം മറയാക്കിയോ കൊള്ളക്കാർ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, പ്രശ്നം അതീവ ഗുരുതരമാണ്. ദേവപ്രശ്നം ഈ കൊള്ളയ്ക്ക് മറയാക്കി അല്ലെങ്കിൽ കൊള്ളയ്ക്ക് കുടപിടിക്കുന്നതിന് ഇടയാക്കി എന്ന സംശയത്തിലേക്കെങ്കിലും SIT പോകുന്നുണ്ടെങ്കിൽ അത് ഗൗരവതരമാണ്. എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം അങ്ങനെ സംശയിക്കുന്നത്? ശബരിമലയിലെല്ലാം ഗുരുതരവും ഗൗരവതരവുമാണ്. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദേവപ്രശ്നത്തിൻ്റെ കാര്യം പറയാം. 2017 ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി പമ്പയിലേക്ക് നടന്ന ആറാട്ട്, അതിൽ ആന എഴുന്നള്ളത്താണ്. അതുവരെ ആനയുടെ പുറത്തായിരുന്നു ഭഗവാനെ ആറാട്ടിനെ എഴുന്നള്ളിച്ചിരുന്നത്. ആ ആറാട്ടിനിടയിൽ ആന വിരണ്ടു, തിടമ്പ് താഴെ വീണ അങ്ങനത്തെ അശുഭകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് ഒരു ദേവപ്രശ്നം വെക്കാൻ തീരുമാനിച്ചത്. ആ ദേവപ്രശ്നമാണ് 2018 ജൂൺ 15 നടന്നത്, അഷ്ടമംഗല ദേവപ്രശ്നം. ആ ദേവപ്രശ്നത്തിൻ്റെ ഒരു ചാർത്തുണ്ട്, അതാണ് നമ്മളിന്ന് പുറത്തുവിട്ടത്. അതിനകത്ത് കൃത്യമായ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത് ഈ പിന്നീട് നമ്മളിപ്പോൾ അറിയുന്ന ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി എഴുതി കൊടുത്തതുപോലെയൊക്കെ തന്നെ തിരക്കഥ പോലെ. പക്ഷേ നമ്മളത് അന്വേഷിക്കുമ്പോൾ അതങ്ങനെയല്ല. അത് സ്വാഭാവികമായും വന്നൊരു ദേവപ്രശ്നമാണ്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദേവപ്രശ്നം ഇവർ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് മറയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ദേവപ്രശ്നം ശബരിമലയിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഈ ശബരിമലയിലൊക്കെ ദേവപ്രശ്നം ഏത് സമയത്താണ് ഒരു അനിവാര്യ ഇപ്പോൾ ദേവപ്രശ്നത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ അവിടെ സാധാരണഗതിയിൽ ക്ഷേത്രത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപൊക്കെയാണ് ദേവന്റെ അനുജ്ഞ അല്ലെങ്കിൽ ദേവഹിതം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രശ്നം വെപ്പിക്കുന്നത്. അങ്ങനെ പ്രശ്നം വെപ്പിച്ച് ഭാഗമായിട്ടാണ് ഒരു ദൈവജ്ഞന്മാരുടെ ഒരു സഭയായിരിക്കും ഈ ദേവപ്രശ്നം നടത്തുക. അപ്പോൾ അതിന് അതിൻ്റെതായ ചിട്ടകളൊക്കെ ഉണ്ട്. തന്ത്രിയല്ല, അത് വേറെ തന്ത്രി പറയുന്നു അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കണ്ടെത്തുന്ന ദൈവജ്ഞന്മാരായിരിക്കും ഈ പ്രശ്നം വെക്കാൻ പോകുന്നത്. പ്രശ്നം വെച്ച് കഴിയുമ്പോൾ അവർ ആ സമയത്ത് ഉണ്ടാകുന്ന നിമിത്തങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദേവപ്രശ്നം, അതായത് ദേവഹിതം എന്താണ് ഇക്കാര്യങ്ങളിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കും കുറച്ച് കാര്യങ്ങൾ, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുന്നതിൻ്റെ ദേവഹിതം എന്താണെന്നും കൂടി ചോദിക്കും. അപ്പോൾ ഈ ദേവപ്രശ്നത്തിൻ്റെ ചാർത്ത് വായിച്ചു നോക്കുമ്പോൾ പല കാര്യങ്ങളും വളരെ ദുരുദ്ദേശപരമായി ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഈ ദേവപ്രശ്നം നടത്തി അല്ലെങ്കിൽ പ്രവചിക്കുന്ന അവരുടെ പ്രശ്നമാണോ, അതല്ല ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഈ കട്ടിളപ്പാളി അല്ലെങ്കിൽ മറ്റ് ദ്വാരപാലക പാളി അതൊക്കെ എടുത്തുകൊണ്ടു പോകാൻ ഈ ദേവപ്രശ്നം മറയാക്കി എന്താണ്, എവിടെയാണ് പ്രശ്നം കാണുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദേവപ്രശ്നത്തിൽ പ്രശ്നമൊന്നുമില്ല. കാരണം അത് അന്നൊരു അശുഭകരമായ കാര്യം ഉണ്ടായപ്പോൾ അത് ദേവപ്രശ്നം വെക്കാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ നടത്തിയതാണ്. അപ്പോൾ അതിനകത്ത് എഴുതി കൊടുത്തേക്കുന്ന ഈ ചാർത്ത് പിന്നീട് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട സംശയം. കാരണം അതിനകത്ത് കട്ടിളപ്പാളിയും അതുപോലെ കട്ടിളയിലും അതുപോലെ വാതിലിലും വൈകല്യമുണ്ട്, 18-ാം പടിയിൽ വൈകല്യമുണ്ട്, ശ്രീകോവിലിൻ്റെ പാതകത്തിൽ വൈകല്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും അവിടെ ചെയ്തു കൂട്ടിയതെല്ലാം കൊള്ളയാണ്. അത് നമുക്കറിയാം. അതിനൊപ്പം തന്നെ സംശയം തോന്നാനുള്ള കാര്യം, ഈ പറയുന്ന വൈകല്യമുണ്ട് എന്ന് പറയുന്ന കട്ടിളപ്പാളി മാറ്റി, വാതിൽ മാറ്റി, അതിനുശേഷം യോഗദണ്ഡിലും രുദ്രാക്ഷത്തിലും വൈകല്യമുണ്ടെന്ന് ആ ചാർത്തിലുണ്ട്. അത് രണ്ടും പുറത്തേക്ക് കൊണ്ടുപോയി അതിന് സ്വർണം കെട്ടിച്ചു എന്നൊക്കെ നമ്മൾ പിന്നീട് കേൾക്കുകയും ആ യോഗദണ്ഡും രുദ്രാക്ഷവും മാറിയോ എന്നുള്ള സംശയവും ഉയരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചാർത്തിൽ പറയുന്ന കാര്യങ്ങൾ പിന്നീട് അവർ അത് ദുരുപയോഗം ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല അതിനകത്ത് ചില ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നിയത്, പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രം പണിയുന്നത് ഇപ്പോൾ ഉചിതമല്ല എന്ന് ആ ചാർത്തിലുണ്ട്. അപ്പോൾ ആ പ്രശ്നവും വന്നിരിക്കുന്നു. പൊന്നമ്പലമേട്ടിൽ അമ്പലം പണിയട്ടോ എന്ന്, അല്ലെങ്കിൽ അമ്പലം പണിയുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് ഒരു പക്ഷേ ഈ ദേവജ്ഞനോട് ചോദിച്ചിരിക്കാം, അതിൻ്റെ മറുപടിയായിട്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൊന്നമ്പലമേട് വരെ ലക്ഷ്യമിട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ കണ്ഠരര് മോഹനരെ തിരിച്ചു കയറ്റാനുള്ളൊരു നിർദ്ദേശം കൂടി അതിൽ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ചും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നൊരു അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ നടന്ന A to Z കാര്യങ്ങൾ നമുക്കൊന്നിങ്ങനെ നോക്കേണ്ടി വരും. എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടി വരുന്നതാണ് A to Z കാര്യങ്ങൾ. തീർച്ചയായിട്ടും വളരെ ഗൂഢലക്ഷ്യത്തോടെ ആ ദേവപ്രശ്നത്തിൽ ഇവർ പോയിട്ട് ചോദിച്ച കാര്യങ്ങൾ അവർ പിന്നീട് പല കാര്യങ്ങൾ ദുരുദ്ദേശപരമായി ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ അവർ അതിൻ്റെ അനുജ്ഞ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദേവഹിതം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ദേവപ്രശ്നം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ ദേവപ്രശ്നം ഇതിനുവേണ്ടി ചെയ്തു എന്നുള്ളതല്ല. ദേവപ്രശ്നം ഇതൊക്കെ ഉന്നയിച്ചു, അതിനുള്ള മറുപടി ദേവപ്രശ്നത്തിൽ കിട്ടി. അത് അവർ കൊണ്ടുപോയി സുന്ദരമായിട്ട് അട്ടിമറിക്കാനാണ് സാധ്യത. ആ കാര്യങ്ങളാണ് SIT പരിശോധിക്കുന്നത്. നമ്മൾ വിട്ടുപോകാതെ പറയേണ്ട കാര്യത്തിലേക്ക് വരികയാണ്. ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് PS പ്രശാന്ത് കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ നെക്സ്റ്റ് നമ്പർ PS പ്രശാന്തും
അന്നത്തെ ദേവസ്വം ബോർഡിന്റെ മെമ്പറുമായിട്ടുള്ള അജികുമാർ, ഈ രണ്ടുപേര് റഡാറിലാണോ? അവരുടെ ഭാവി കുറച്ചുകൂടി അനിശ്ചിതത്തിലാവുകയാണോ? തീർച്ചയായിട്ടും. ആ 2019 നടന്നത് കൊള്ളയാണെങ്കിൽ 2025 നടന്നത് ആ കൊള്ള മറയ്ക്കാനുള്ള നടപടികളാണെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ ഒരു കമന്റ് പറഞ്ഞിരുന്നു, ആ റിപ്പോർട്ട് ഉത്തരവിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം ഹൈക്കോടതി പറഞ്ഞത് 98 മുതൽ 2025 വരെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നുള്ളതാണ്. ആ അന്വേഷണമാണ് ഇപ്പോൾ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2025 നടത്തിയ ഇടപാട് അത് എങ്ങനെയാണോ 2019 പാളികൾ കൊണ്ടുപോയത് അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു വിടുകയാണ്. പകരം അതിനകത്തൊരു ഒബ്ജക്ഷൻ വന്നുകൊണ്ട് ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ കൂടി ആ പാളികളുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് അത് നഷ്ടപ്പെട്ടില്ല, അത് തിരിച്ചു വന്നു. അപ്പോൾ SIT പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്. ഈ പാളികൾ 2025 PS പ്രശാന്തിന്റെയും അജികുമാറിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ബോർഡ് എടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുമ്പോൾ അത് ദേവസ്വം മരാമത്തിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ള അന്വേഷണം നടക്കുമ്പോഴാണ് എല്ലാവരുടെ ഉത്തരവാദിത്തം പോലെയാണെങ്കിൽ ഒരു അറസ്റ്റിലേക്ക് പോയാലും തീർച്ചയായിട്ടും. കാരണം മരാമത്ത് വകുപ്പിനെ അറിയിക്കാതെ, മരാമത്ത് എഞ്ചിനീയർമാരെ ഇത് അറിയിക്കാതെ എന്നതിന്റെ കാരണം കൂടി SIT കണ്ടെത്തിയിട്ടുണ്ട്. അത് മരാമത്ത് വകുപ്പിൽ എഞ്ചിനീയർമാരെ അറിയിച്ചു കഴിഞ്ഞാൽ അത് ഉടൻ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിപ്പ് വരും, അല്ലെങ്കിൽ മരാമത്ത് വിഭാഗം സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കും. അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി അറിയിക്കും. അപ്പോൾ ഹൈക്കോടതിയും സ്പെഷ്യൽ കമ്മീഷണറും അറിയാതെ ഈ സാധനം കൊണ്ടുപോകണമെങ്കിൽ മരാമത്തിനെ അറിയിക്കും. എന്ന് ചോദ്യം ചെയ്യും ഇവര് രണ്ടുപേരെയും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് കുറച്ചുകൂടി രേഖകളും തെളിവുകളും കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കേസ് ഈ 2025 ഇടപാടിലും വരും എന്നുള്ളതാണ്. അതിനനുസരിച്ച് നേരത്തെ തന്നെ PS പ്രശാന്തിന്റെ മൊഴി എടുത്തിട്ടുണ്ട്. വീണ്ടും അജികുമാറിന്റെയും PS പ്രശാന്തിന്റെയും മൊഴി രേഖപ്പെടുത്താനാണ് പ്രശാന്തിനെ ചുറ്റിപ്പറ്റി ചില സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. കാരണം അതിനകത്ത് മാത്രമല്ല, ഈ തിരുവാഭരണം കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പ് വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡയറക്റ്റ് ഈ പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി ദേവസ്വം ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ വഴിയൊരുക്കിയ ദേവസ്വം ബോർഡിൽ തന്നെയുള്ള ഉന്നതരൊക്കെ ഉണ്ട് എന്നുള്ള വിവരവും SITക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരെ ഡയറക്റ്റ് ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരാണ് സ്വാതന്ത്ര്യം 2025 കൊടുത്തത് എന്നതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുകയാണ്. തീർച്ചയായും. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദേവപ്രശ്നം ഈ കൊള്ളക്കാർ മറയാക്കി എന്ന സംശയം ബലപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ SIT ആ രീതിയിലേക്കുള്ള അന്വേഷണം കൊണ്ടുപോകുന്നു. മറ്റൊന്ന്, 2025 ദേവസ്വം ബോർഡ് 2024 ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗം അജികുമാർ, ഈ രണ്ടുപേർക്കും കുരുക്ക് മുറുകുന്നു. രണ്ടുപേരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഒരു അറസ്റ്റിലേക്ക് പോയാൽ കൂടി അത്ഭുതപ്പെടാൻ ഇല്ല.